യോഹന്നാൻ എഴുതിയ സുവിശേഷം അധ്യായം 15. ഞാൻ യഥാർത്ഥ മുന്തിരിച്ചെടിയും എൻ്റെ പിതാവ് തോട്ടക്കാരനുമാണ്. ഫലം കായ്ക്കാത്ത എല്ലാ കൊമ്പുകളെയും എന്നിൽ നിന്നും അദ്ദേഹം നീക്കുന്നു. ഫലം തരുന്ന എല്ലാ കൊമ്പുകളെയും കൂടുതൽ ഫലം കായ്ക്കേണ്ടതിന് അവിടുന്ന് വെട്ടിയൊരുക്കുന്നു. ഞാൻ നിങ്ങളോട് സംസാരിച്ച വചനത്താൽ നിങ്ങൾ ഇപ്പോൾ തന്നെ ശുദ്ധരാണ്. നിങ്ങൾ എന്നിൽ വസിക്കുക, ഞാൻ നിങ്ങളിലും വസിക്കും. കൊമ്പുകൾ മുന്തിരിച്ചെടിയിൽ വസിക്കാതെ സ്വയം ഫലം കായ്ക്കാനാവില്ല. അതുപോലെ എന്നിൽ വസിച്ചില്ലെങ്കിൽ നിങ്ങൾക്കും ഫലം കായ്ക്കാനാവില്ല. ഞാൻ മുന്തിരിച്ചെടിയും നിങ്ങൾ കൊമ്പുകളുമാണ്. ഒരാൾ എന്നിലും ഞാൻ അയാളിലും വസിക്കുമെങ്കിൽ അയാൾ ഏറെ ഫലം കായ്ക്കും. എന്നിൽ നിന്നും വേർപിരിഞ്ഞ് നിങ്ങൾക്കൊന്നും ചെയ്യാനാവില്ല. ആരെങ്കിലും എന്നിൽ വസിക്കാതെ ഇരുന്നാൽ ആ കൊമ്പിനെ വലിച്ചെറിയുകയും ഉണങ്ങിപ്പോവുകയും ചെയ്യും. അവയെ പെറുക്കിയെടുത്ത് തീയിലിട്ട് ചുട്ടുകളയും. നിങ്ങൾ എന്നിൽ വസിക്കുകയും എൻ്റെ വചനം നിങ്ങളുടെ ഉള്ളിൽ വസിക്കുകയും ചെയ്താൽ നിങ്ങൾ ആഗ്രഹിക്കുന്നത് എന്ത് ചോദിച്ചാലും അത് നിങ്ങൾക്ക് ചെയ്തു തരും. ഇങ്ങനെ നിങ്ങൾ വളരെ ഫലം കായ്ക്കുകയും അങ്ങനെ നിങ്ങൾ എൻ്റെ ശിഷ്യരായി തീരുകയും ചെയ്യുമ്പോൾ എൻ്റെ പിതാവ് മഹത്വപ്പെടും. പിതാവ് എന്നെ സ്നേഹിച്ചതുപോലെ ഞാനും നിങ്ങളെ സ്നേഹിച്ചിരിക്കുന്നു. എൻ്റെ സ്നേഹത്തിൽ വസിക്കുക. ഞാൻ എൻ്റെ പിതാവിൻ്റെ കൽപ്പനകൾ പാലിച്ച് അവിടുത്തെ സ്നേഹത്തിൽ വസിക്കുന്നത് പോലെ നിങ്ങളും എൻ്റെ കൽപ്പനകളെ പാലിച്ചാൽ എൻ്റെ സ്നേഹത്തിൽ വസിക്കും. എൻ്റെ സന്തോഷം നിങ്ങളിൽ ഉണ്ടാകാനും നിങ്ങളുടെ സന്തോഷം പൂർണ്ണമാകാനുമാണ് ഈ കാര്യങ്ങൾ നിങ്ങളോട് സംസാരിച്ചത്. ഞാൻ നിങ്ങളെ സ്നേഹിച്ചതുപോലെ നിങ്ങൾ പരസ്പരം സ്നേഹിക്കണം എന്നതാണ് എൻ്റെ കൽപ്പന. ഒരാൾ തൻ്റെ സ്നേഹിതർക്ക് വേണ്ടി പ്രാണനെ വയ്ക്കുന്നതിനേക്കാൾ ഉന്നതമായ സ്നേഹം വേറെയില്ലല്ലോ. ഞാൻ നിങ്ങളോട് കൽപ്പിക്കുന്നത് ചെയ്താൽ നിങ്ങൾ എൻ്റെ സ്നേഹിതരാണ്. ഇനിമേൽ നിങ്ങളെ ദാസന്മാർ എന്ന് ഞാൻ വിളിക്കില്ല. കാരണം തൻ്റെ യജമാനൻ എന്താണ് ചെയ്യുന്നതെന്ന് ദാസൻ അറിയുന്നില്ലല്ലോ. എന്നാൽ നിങ്ങളെ ഞാൻ സ്നേഹിതർ എന്ന് വിളിച്ചിരിക്കുന്നു. എൻ്റെ പിതാവിൽ നിന്നും കേട്ടതെല്ലാം ഞാൻ നിങ്ങളെ അറിയിച്ചിരിക്കുന്നല്ലോ. നിങ്ങൾ എന്നെ തിരഞ്ഞെടുത്തതല്ല, ഞാനാണ് നിങ്ങളെ തിരഞ്ഞെടുത്തത്. നിങ്ങൾ പോയി ഫലം കായ്ക്കാനും ആ ഫലം നിലനിൽക്കാനും നിങ്ങളെ നിയമിച്ചിരിക്കുന്നു. അതിനാൽ എൻ്റെ നാമത്തിൽ പിതാവിനോട് ചോദിക്കുന്നതെന്തും അവിടുന്ന് നിങ്ങൾക്ക് നൽകും. നിങ്ങൾ പരസ്പരം സ്നേഹിക്കുന്നതിനായി ഞാൻ ഇവയെല്ലാം നിങ്ങളോട് കൽപ്പിക്കുന്നു. ലോകം നിങ്ങളെ വെറുക്കുന്നു എങ്കിൽ നിങ്ങളെ വെറുക്കുന്നതിന് മുമ്പേ അത് എന്നെ വെറുത്തിരിക്കുന്നു എന്നറിയുക. നിങ്ങൾ ലോകത്തിൻ്റെ വകയായിരുന്നു എങ്കിൽ ലോകം അതിൻ്റെ സ്വന്തമായതിനെ സ്നേഹിക്കുമായിരുന്നു. നിങ്ങൾ ലോകത്തിൻ്റെ വകയല്ലാത്തതുകൊണ്ടും ലോകത്തിൽ നിന്നും ഞാൻ നിങ്ങളെ തിരഞ്ഞെടുത്തിരിക്കുന്നത് കൊണ്ടും ലോകം നിങ്ങളെ വെറുക്കുന്നു. ദാസൻ തൻ്റെ യജമാനനേക്കാൾ വലിയവനല്ല എന്ന് ഞാൻ നിങ്ങളോട് പറഞ്ഞ വചനം ഓർക്കുക. അവർ എന്നെ ഉപദ്രവിച്ചു എങ്കിൽ നിങ്ങളെയും ഉപദ്രവിക്കും. അവർ എൻ്റെ വചനം പാലിച്ചാൽ നിങ്ങളുടെ വചനവും പാലിക്കും. എന്നെ അയച്ചവനെ അവർ അറിയാത്തതുകൊണ്ട് എൻ്റെ നാമനിമിത്തം അവർ ഇതൊക്കെയും നിങ്ങളോട് ചെയ്യും. ഞാൻ വന്ന് അവരോട് സംസാരിക്കാതെ ഇരുന്നെങ്കിൽ അവർക്ക് പാപം ഉണ്ടാകുമായിരുന്നില്ല. ഇപ്പോഴോ അവരുടെ പാപത്തിൽ നിന്നും അവർക്ക് ഒരു കഴിവില്ല. എന്നെ വെറുക്കുന്നവൻ എൻ്റെ പിതാവിനെയും വെറുക്കുന്നു. മറ്റാരും ചെയ്തിട്ടില്ലാത്ത പ്രവൃത്തികൾ അവരുടെ നടുവിൽ ഞാൻ ചെയ്തിരിക്കുന്നില്ല എങ്കിൽ അവർക്ക് പാപം ഉണ്ടാകുമായിരുന്നില്ല. ഇപ്പോഴോ അവർ എന്നെയും എൻ്റെ പിതാവിനെയും കാണുകയും വെറുക്കുകയും ചെയ്തിരിക്കുന്നു. കാരണം കൂടാതെ അവർ എന്നെ വെറുത്തു എന്ന് അവരുടെ ന്യായപ്രമാണത്തിൽ എഴുതിയിരിക്കുന്ന വചനം നിവൃത്തിയാകേണ്ടതിനാണ് അവർ ഇത് ചെയ്തിരിക്കുന്നത്. പിതാവിൽ നിന്നും പുറപ്പെടുന്ന സത്യത്തിൻ്റെ ആത്മാവ് എന്ന ആശ്വാസപ്രദനെ പിതാവിൽ നിന്നും ഞാൻ നിങ്ങളിലേക്ക് അയക്കും. ആ ആത്മാവ് എന്നെക്കുറിച്ച് സാക്ഷ്യപ്പെടുത്തും. ആരംഭം മുതൽ എന്നോടൊപ്പം ഉള്ളതിനാൽ നിങ്ങളും എന്നെക്കുറിച്ച് സാക്ഷീകരിക്കും.